നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മലബാർ കോഴിയടയാണ്. സമൂസയുടെ ഒരു ബന്ധുവായി വരും ഈ കക്ഷി. വിശദവിവരങ്ങൾ വഴിയെ പറയാം. ആദ്യം നമുക്ക് ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുക്കാം. അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലുള്ളതാണ് കയ്യിൽ കിട്ടിയത്, അതുകൊണ്ട് വേവിച്ച് എല്ല് മാറ്റിയാണ് എടുക്കുന്നത്. ഇനി ലേശം മലബാർ അടപുരാണ്. മലബാറിൽ നിങ്ങൾക്ക് 2 തരം അട കിട്ടും, വറുത്തതും വേവിച്ചതും. ഫില്ലിങ്ങുകൾ നമ്മുടെ താല്പര്യപ്രകാരം മധുരമോ എരിവോ വെജോ നോൺ വെജോ ഒക്കെ ആകാം. തെക്കൻ കേരളത്തിൽ അട വേവിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അട പുഴുങ്ങുക എന്നതാണ് ടൈറ്റിൽ തന്നെ, മോമോസ് പോലെ തന്നെ. ഇതിനിടയ്ക്ക് ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പറഞ്ഞു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിന്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഇനി ചിക്കൻ വേവിച്ച് ഉടച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വെറുതെ കൈകൊണ്ട് ഉടച്ചെടുത്താൽ പോരാ, മിക്സിയിലിട്ടൊന്ന് പൊടിച്ചും കൂടി എടുക്കണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിൽ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് മൂപ്പിക്കുക. മൂത്ത് പച്ചമണം ഒന്ന് മാറിയ 2 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് മൂപ്പിക്കാം. വേഗം വാടിക്കിട്ടാനായി ലേശം ഉപ്പും ചേർക്കാം. പിന്നെ 2 പച്ചമുളകും അരിഞ്ഞു ചേർക്കാം. സവാള എല്ലാം മൂത്ത് കഴിഞ്ഞാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇനി 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഇളക്കും. ഗരം മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാം. തെക്കൻ കേരളത്തിലുള്ളവർ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ആയിരിക്കും പ്രവാസി ബാഗുകൾ നിറച്ചയക്കുക. പക്ഷേ മലബാറിൽ അത് കോഴിയുടെ പോലെയുള്ള പലഹാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ജലാംശം വറ്റിച്ചാണ് മസാല തയ്യാറാക്കുക. അതിനായി ഈ മസാല എണ്ണ ഒഴിച്ച് മൂപ്പിച്ചാണ് എടുക്കുക. നല്ല മുരുമുരാന്ന് കിട്ടണം. അതിനായി ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കും. കുറച്ച് സമയം വേണ്ടി വരും ഇതുപോലെ മുരുമുരാന്ന് കിട്ടാൻ. പക്ഷേ നിങ്ങൾ ചായക്ക് വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇത്രയും വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യവുമില്ല. ഇനി അടുത്ത പണി മാവ് കുഴക്കലാണ്. 2 കപ്പ് മൈദ, വെള്ളം, 1 സ്പൂൺ നെയ്യ്, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ മാവ് റെഡിയാക്കുക.
ഇനി അത് രണ്ടായി പകുത്ത് പരത്തി ചപ്പാത്തിയുടേതിനേക്കാൾ ലേശം കനം കൂട്ടി പരത്തിയെടുക്കുക. ഇനി ഒരു ഗ്ലാസ്സോ അടപ്പോ വെച്ച് വൃത്തത്തിൽ മാവ് മുറിച്ചെടുക്കുക. എല്ലാ അടകളും ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ മുറിക്കുന്നത്. ഇനി അതിൽ ഓരോന്നിലും മസാല നിറയ്ക്കുക. രണ്ടായി മടക്കുക, വശങ്ങൾ അമർത്തി ഒട്ടിക്കുക. ഇനി കൈകൊണ്ട് മടക്കി ഒട്ടിച്ച് പ്രത്യേക ഡിസൈൻ ഉണ്ടാക്കാറുണ്ട്. അത്രയും ക്ഷമ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് വശങ്ങളിൽ അമർത്തി ഡിസൈൻ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ മുഴുവൻ നിറച്ചു കഴിഞ്ഞാൽ ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി എണ്ണ ചൂടാക്കുക. അടകൾ ഓരോന്നായി എണ്ണയിലിട്ട് രണ്ട് വശവും ഗോൾഡൻ ബ്രൗൺ കളറിൽ മുരിച്ചെടുക്കുക. മീഡിയം തീയിൽ ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി ചായക്കൊപ്പം അകത്താക്കുകയോ പ്രവാസിയായി പോകുന്ന പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കുക, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.